അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാജേഷിൻ്റെ അമ്മ വളരെയധികം സന്തോഷത്തിലാണ്. തൻ്റെ മകനൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞതു മുതൽ. പക്ഷേ ജസീനയുടെ മനസ്സിൽ തീയായിരുന്നു. റബ്ബേ, ഞാൻ പെട്ടുപോയി. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി ഇല്ലാതിരിക്കട്ടെ. കണ്ടോ, ഇത്രയും ദിവസമായപ്പോഴേക്കും അവൻ്റെ ചിന്താഗതിയെല്ലാം അങ്ങ് മാറി. എത്രയെത്ര പെൺകുട്ടികൾ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നു. അതിൽ ഒരുത്തിയാണ് ഈ ഞാനും. ഇപ്പോഴിതാ ഞാൻ ഗർഭിണിയാണ്. എന്ത് ചെയ്യണം എന്നെനിക്കറിയുന്നില്ല. അമ്മയുടെ കൂടെ ആവുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ രാജേഷ് വന്നു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടില്ല എന്നെനിക്കറിയാം. എന്നെ വീണ്ടും വിൽക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. മോളെ, ദാ ഈ കഞ്ഞി കുടിച്ചോളൂ. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി. അന്നും അമ്മ മകന് ഫോൺ ചെയ്യുന്നു. മോനെ രാജേഷേ, നീ എവിടെ പോയി കിടക്കടാ ഇത് പക്ഷെ ജസീനെ വീട്ടിലെത്തിയ വിവരം അവർ മിണ്ടിയതേ ഇല്ല. അമ്മ, ഞാനങ്ങ് വരാം. നിങ്ങൾക്കെന്താ ഇത്ര തിരക്ക് എന്നെ കാണാനായിട്ട്? എന്താടാ നിനക്ക്? പെണ്ണിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ രാജേഷ് ഒരിക്കലും വിചാരിച്ചില്ല ജസീന എന്ന ശ്രീലക്ഷ്മി അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന്. അവൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടു എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കണ്ടെത്താഞ്ഞാൽ അതും പ്രശ്നമാണ്. കാണാതില്ലാഞ്ഞാൽ എന്നെ പിടിക്കപ്പെടും, ഞാൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കൾ കേസ് കൊടുത്താൽ ഞാനായിരിക്കും അതിലെ പ്രതി. അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവളെ കിട്ടുന്നേയില്ല. ഒരിക്കലും തൻ്റെ വീട്ടിൽ അവൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അവൻ അറിയുന്നില്ല. അവൻ്റെ അമ്മ പറഞ്ഞതുമില്ല. ഓളൊന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴും പെങ്ങളുടെ കാര്യമാണ് പറയുന്നതെന്ന് വിചാരിച്ചു. അമ്മയോട് പറഞ്ഞ് മനുഷ്യ ഇവിടെ തലക്ക് തീ പിടിച്ച് നിൽക്കുന്ന സമയത്താ ഒരു ആശുപത്രി കൊണ്ടുപോലെ. എന്താടാ ഈ ഇങ്ങനെയൊക്കെ പറയണത്? അനക്കെന്താ അതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാനാണല്ലോ അതൊക്കെ തലയിൽ വെച്ച് കെട്ടേണ്ടത്. എന്താ രാജേഷ് എനിക്ക്? നീ എന്തൊക്കെയാണ് ചിലക്കണത്? ഈ അല്ലേ ആ പെണ്ണിനെ ഗർഭിണിയാക്കിയത്? പെണ്ണിനെ? ദേ തള്ളെ വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ. അതെ, നീ കെട്ടിക്കൊണ്ടുവന്ന ശ്രീലക്ഷ്മിയെ. അവളപ്പോൾ എവിടെ? ദാ അവളിവിടെ എത്തിയിട്ടുണ്ട്. നീ എവിടെയാണ്? എങ്കിലും നിനക്ക് മനസ്സ് വന്നല്ലോ ഇവളിവിടെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ച് അവിടെ കൂടാൻ വേണ്ടിയിട്ട്. ഒരു നിമിഷം രാജേഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിചാരിക്കുന്നു. ഓഹോ, അവൾ രക്ഷപ്പെട്ടത് അങ്ങോട്ടാണല്ലേ. മനുഷ്യനിവിടെ തലയിൽ തീ പിടിപ്പിച്ചിട്ട് അവൾ പോയി കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ രാജേഷ് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. സന്തോഷത്തോടു കൂടി അമ്മ പറയുന്നു, മോളെ രാജേഷ് ഇന്ന് വരൂ കേട്ടോ, മോള് വിഷമിക്കണ്ട. അമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനു മോളെ? ഞാൻ ഇന്ന് അമ്മയുടെ റൂമിൽ കിടന്നോട്ടെ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ? എത്ര ദിവസം കഴിഞ്ഞിട്ട് അവൻ വരികയാണ്? അപ്പോൾ നിങ്ങൾ ഒരുമിച്ചല്ലേ? വേണ്ടമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്ന് ഞാൻ അമ്മയോടൊപ്പം കിടന്നോളാം. നിലത്ത് ഒരു പായിട്ട് തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. എനിക്ക് പ്രശ്നമില്ല. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ ഒരു പായ അമ്മയുടെ കട്ടിലിന് ചോട്ടിൽ വിരിച്ചു കൊടുക്കുന്നു. പാതിരാത്രി ആയപ്പോൾ രാജേഷത അങ്ങോട്ടെത്തുന്നു. അമ്മ, വാതിൽ തുറക്ക്. അവൾ അത് കേട്ട് ഞെട്ടിത്തെറിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവൾ അറിഞ്ഞിരുന്നു, പക്ഷേ അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ ഭയത്തോടു കൂടി ഒന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് തല മറച്ചു. വീണ്ടും വാതിലിൽ ശക്തമായ മുട്ട് കേൾക്കുന്നു. ഇവരിത് എന്ത് ഉറക്കാണിത്? മനുഷ്യൻ നട്ടപ്പാതിരാക്ക് വന്നിട്ട് ഇവിടെ മുട്ടി വിളിച്ചിട്ട് ഒരൊറ്റ എണ്ണത്തിന് ചെവിയില്ലേ? പെട്ടെന്ന് പെങ്ങൾ ഉണർന്നു. രാജേഷ് ആയിരിക്കും. അമ്മ രാജേഷാണെന്ന് തോന്നുന്നു. അവൻ വന്നോ? ഞാൻ ഉറക്കത്തിൽ അങ്ങ് പെട്ടുപോയി. മോളെ വാതിൽ തുറന്നു കൊടുക്ക്. വേണ്ട, അമ്മ തന്നെ തുറന്നു കൊടുത്തോളും. അതാ നല്ലത്. അല്ലെങ്കിൽ അവൻ്റെ വായിലിരിക്കണ തെറിയൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. അതെല്ലാം അവൾ കേട്ടുകൊണ്ടിരുന്നു. ജസീന വിചാരിച്ചു, പഠിച്ചോനെ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവന് പേടിയാണ്. പിന്നെ എന്ത് കരുതിയിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ? എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതവും മാനവും എല്ലാം. എനിക്കിനി എങ്ങോട്ട് പോകാനാവും? എന്ത് ചെയ്യാനാവും? എനിക്കറിയുന്നില്ല. അവൾ ഒന്നും അറിയാത്തതുപോലെ തന്നെ ആ വീട്ടിലെ ആ കട്ടിലിൻ്റെ ചുവട്ടിൽ നിർത്തിയ പായയിൽ അവൾ ചുരുണ്ട് കിടന്നു. രാജേഷ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. എന്താ അമ്മ ഇത്? ഒരാൾ വന്ന് വിളിക്കുമ്പോൾ ഒന്ന് വരാനുണ്ടെന്നെങ്കിലും കരുതിക്കൂടെ? അല്ലെങ്കിലും എന്താലേ ഇവിടെ?
മോനെ കുറേ വിളിച്ചോ? ആ പിന്നെന്താ, അവൾ അകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവൻ ശക്തമായി ആ റൂമിലേക്ക് അങ്ങോട്ട് ഇരച്ചു കയറി വന്നത്. എന്ന് ശബ്ദത്തോടെ അവൻ വിളിച്ച് റൂമിലെത്തിയപ്പോൾ അവളെ കാണുന്നില്ല. എവിടെ അവൾ? മകന്റെ ഭ്രാന്തമായ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ അമ്മക്കല്പം ഭയം തോന്നി. എന്താടാ അവൾ എവിടെയെന്ന് ചോദിച്ചു. എന്താടാ, പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് നിനക്ക് തീരെ ഒരു ബോധമല്ലേ? നീ എവിടേക്കാണ് കൊണ്ടുപോയിട്ടത്? അറിയാൻ മേലായിട്ട് ചോദിക്കാം. എന്താ എൻ്റെ ഉദ്ദേശം? ദേ തള്ളെ വല്ലാണ്ട് ചിലക്കാൻ നിൽക്കില്ല കേട്ടോ. അവൾ എവിടെന്നാ ചോദിച്ചത്? ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഉമ്മ അറിയാത്ത രീതിയിൽ അഭിനയിച്ചു. ഒരു പക്ഷെ അവളെ പെട്ടെന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ അവളെ ഉപദ്രവിക്കും എന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെ അമ്മ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അവളോട് തട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ അനങ്ങാതെ കിടന്നോ, അവിടെ എണീക്കണ്ട. അമ്മ അവളോട് പതുക്കെ പറഞ്ഞു. രാജേഷ് കലിതുള്ളുകയാണ്. എവിടെയാണെന്നാ പറഞ്ഞത്? അസത്ത്. സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് കടന്നു വന്ന അവളെ നല്ല സാധനം തന്നെയാണ് കേട്ടോ. വിചാരിക്കുന്ന പോലെയല്ല. നീയല്ലടാ അവളെ പിടിച്ചിറക്കി കൊണ്ടുവന്നത്. നീയല്ലേ അവൾ അമ്പലത്തിൽ പോയി താലി കെട്ടിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മച്ചിക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളത്. അത് അവരുടെ വീട്ടുകാർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും എന്നുള്ളത്. എന്താ നിൻ്റെ പ്ലാനിങ് ഇപ്പോൾ? പിന്നെ രാജേഷേ, ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഗർഭിണിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. നിനക്കെന്താ കലിതുള്ളാൻ? ഗർഭിണിയോ? ആര്? അവളോ? അവളെ കയ്യിൽ കിട്ടിയ ചവിട്ടിയാൻ കൊല്ലും. ആരെ? അവളെയോ അതോ കുഞ്ഞിനെയോ? രണ്ടെണ്ണത്തിനെയും. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ എവിടെയാണ് അവളെ ഒളിപ്പിച്ചു വെച്ചത്? അതോ പറഞ്ഞയച്ചോ അങ്ങോട്ട്? പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, ഒരിക്കലും അതെൻ്റെ കുഞ്ഞല്ല. അവൾ മറ്റുള്ളവരുടെ കൂടെയൊക്കെ കിടന്നുണ്ടായതായിരിക്കും. അല്ലാതെ രാജേഷേ, നീ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ദേ എന്നോട് നീ തട്ടുത്തരം പറയാൻ നിൽക്കല്ലേ കേട്ടോ. അമ്മയും വിട്ടുകൊടുത്തില്ല. ദേ തള്ളേ, പിഴച്ചു പറ്റ മക്കളെയൊന്നും വഹിക്കലല്ല എൻ്റെ ജോലി. അതൊക്കെ അങ്ങ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കൊന്നു തള്ളണം. അതേ എനിക്കറിയുള്ളൂ. അല്ലാതെ രാജേഷ്, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? 1 മാസത്തോളം നീ ഇവിടെ ജീവിച്ചു അവളുമായി, പിന്നീട് ഒരു ടൂറായി. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതിനു മാത്രം സമയമൊന്നും വേണ്ട. പിന്നെ ഓരോന്നെൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അവൾ ഏത് രീതിക്കാരിയാണെന്ന് നിങ്ങൾക്കറിയോ? എന്താടാ, എൻ്റെ ബോസുമായിട്ടൊക്കെ അവൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എൻ്റെ ദൈവേ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അതെല്ലാം കേട്ടുകൊണ്ട് ജസീന അതിനുള്ളിൽ കിടന്ന് പിടയുകയായിരുന്നു. അവൾക്കതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, അങ്ങനെയല്ല ഒരിക്കലും. ഞാൻ ഒരാളുടെ മുമ്പിലും ഇല്ല, ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഒരാളുടെ മുമ്പിലും ഞാനങ്ങനെ തെറ്റുകാരിയായി നിന്നിട്ടില്ല. എന്നെ ഒരാൾ തൊടുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിച്ച രാജേഷ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ വെറുതെ പറയുകയാണ് കള്ളം. എന്നെ വെറുതെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്. അവൾ ആ പുതപ്പിനുള്ളിൽ നിന്ന് തേങ്ങി അവളാകി വിറക്കുന്നുണ്ടായിരുന്നു. ഏതൊരു നിമിഷവും രാജേഷ് അതുവഴി കടന്നു വരും. ആ പായയിൽ നിന്ന് എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പായയിൽ നിന്ന് അവൾ പതുക്കെ ആ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അമ്മയും പ്രതീക്ഷിച്ചത് അതുതന്നെയായിരുന്നു. പെട്ടെന്ന് അമ്മ ആ പായ എടുത്ത് മടക്കി വെച്ചു. എൻ്റെ ദൈവമേ, ഈ ചെക്കനെ എന്തിൻ്റെ കേടാ അത്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഗർഭിണിയാക്കി ഇപ്പോൾ ഓരോ കഥകൾ കെട്ടിച്ചമക്ക്. രാജേഷേ, നീ ഓർത്ത് സൂക്ഷിച്ച് സംസാരിച്ചേട്ടോ. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. രാജേഷേ, അവളെ അങ്ങനെ നീ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. കണ്ടോണ്ടി, അവൾ എവിടെയാണെന്നാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. എങ്ങോട്ടാ പറഞ്ഞു വിട്ടത്? അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടോ? ദേ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ കാര്യം കണക്കുണ്ട് കേട്ടോ. അത് തീർത്ത് കൊടുക്കണം. അതിന് അവളെ തന്നെ എനിക്ക് വേണം. അല്ലാതെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല രാജേഷ്. ഡാ, നീ നിൻ്റെ വീമ്പളക്കലൊക്കെ അങ്ങ് പുറത്തുനിന്ന് ആയിക്കോട്ടെ കേട്ടോ. അതാണ് നല്ലത്. ദേ തള്ളെ, വീടടക്കം ഞാൻ കത്തിക്കും, ഓർത്തോ. ചവിട്ടി ഞാൻ കൂട്ടും എല്ലാത്തിനെയും. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറയേ, എവിടെയാണ് അവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? അതെനിക്കറിയണം. എങ്ങോട്ടാണ് അവളെ പറഞ്ഞയച്ചത്? അവളെ വീട്ടിലേക്ക് എങ്ങാനും വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് തള്ളു എല്ലാത്തിനെയും. നോക്കിക്കോ. അവൻ ബഹളം വെക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക് ഇതൊരു സ്ഥിരം കേൾവിയായിരുന്നു. അന്നും വീട്ടിനകത്തിൽ നിന്ന് നട്ടപ്പാതിരാക്കുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് അപ്പുറത്തെ ആലിക്ക അതാ കയറി വരുന്നു.
അപ്പോഴേക്കും അയാളുടെ ഭാര്യ അയാളെ തടയുന്നു. ആലിക്ക വേണ്ട, വേണ്ടാത്തിന് നിൽക്കണ്ട, ഓൻ കള്ളുടിച്ച് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. വെറുതെ ബുദ്ധിയില്ലാത്ത ഓൻ്റെ നേരക്കേ നമ്മളെന്തെങ്കിലും പറഞ്ഞു തന്നാലേ ഓന് എന്താ കാട്ടുക പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോരി, അതിന് നിൽക്കണ്ട. പക്ഷേ ആലിക്ക ഭാര്യയുടെ വാക്കുകൾ കേൾക്കാതെ അതാ നേരെ അവരുടെ വീട്ടിലേക്ക്. എന്താ രാജേഷേ, കള്ള് കുടിച്ചാലേ വയറ്റി കിടക്കണം, അല്ലാതെ ഓരോന്ന് തെറി പറഞ്ഞ് നാട്ടുകാരെ സ്വയിപ്പാക്കാനല്ല കേട്ടോ എൻ്റെ പണി. അടങ്ങി ഒതുക്കി അവിടെ കിടക്ക്, അല്ലെങ്കിൽ കേസ് ഞങ്ങൾ കൊടുക്കും. രാജേഷിനെതിരെയുള്ള ആ ഒരു വാക്കുകൾ ജസീനയും കേൾക്കാനിടയായി. പഠിച്ചോനെ, ഇത്രക്കും നീചനായ ഒരു തെമ്മാടിയെയാണോ ഞാൻ കല്യാണം കഴിച്ചത്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നെ ആ പഞ്ചാര ചിരി കൊണ്ട് ചിരിച്ച് മയക്കി കാണിച്ചപ്പോൾ ഞാനതൊന്നും ഓർത്തതുമില്ല. അപ്പോഴെനിക്ക് എല്ലാം എൻ്റെ രാജേഷേട്ടനായിരുന്നു. അദ്ദേഹം ഇല്ലാത്തൊരു ജീവിതം. ഹേയ്, എനിക്ക് ഇപ്പോഴിതാ അറിയുന്നു അയാൾ മദ്യപാനിയാണ്, എല്ലാ തെമ്മാടിത്തരങ്ങളും ഉള്ള ആളാണ് എന്നൊക്കെ. പഠിച്ചോനെ, എങ്ങനെ രക്ഷപ്പെടണം ഇവിടെ നിന്ന്? എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞ്, റബ്ബേ, ഞാൻ എന്ത് പാപാണ് ചെയ്തത്? എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്ക് കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ട ഞാൻ, ഉമ്മയെ തള്ളിയിട്ട ഞാൻ അവരുടെ മുമ്പിലേക്ക് എങ്ങനെ ഇറങ്ങിപ്പോകും? വീണ്ടും അതാ രാജേഷ് അവിടെ ബഹളം വെക്കുന്നു. അവളെ കാണിച്ചു തരണം, അല്ലെങ്കിലേ അവളെ വീട്ടിൽ പോയി ഇറക്കിക്കൊണ്ടുവരും. എന്താ, നീ ഒന്ന് പോടാ ചക്ക, വീട്ടിൻ്റെ അകത്തുനിന്ന് ബഹളം വെക്കാതെ. നീ എന്തിനങ്ങോട്ട് വന്നത്? ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എവിടെയെങ്കിലും പോയിക്കൂടിനോ നിനക്ക്? 4 ദിവസം ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. അവൻ വീടിന് പുറത്തുകൂടിയും അകത്തുകൂടിയും അങ്ങനെ നടക്കുകയാണ്. എവിടെയാണ് അവളെന്നാണ് ചോദിച്ചത്. നിങ്ങൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. അതോ അവളെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചത്, അതെനിക്കറിയണം. പെട്ടെന്ന് രാജേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ, പറ ബോസേ. ഇല്ല, എവിടെയാണെന്നറിയില്ല, എവിടേക്കോ ഉണ്ട്, പക്ഷേ ഒന്നും വ്യക്തമാക്കുന്നില്ല വീട്ടുകാർ തന്നെ. പിന്നെ എങ്ങനെ? സ്വന്തം വീട്ടുകാരെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിപ്പോൾ. എങ്ങനെയെങ്കിലും നോക്ക്, നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. എനിക്ക് പൈസയുടെ കാര്യത്തിൽ നിന്നൊരു വിഷയമല്ല, അവളെ കിട്ടിയാൽ മതി, അത് മതി. വേറൊന്നും എനിക്ക് വേണ്ട. നിനക്ക് തന്നതൊന്നും തിരിച്ചു തരുമെന്നും വേണ്ട, അതൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞെന്ന് മാത്രം. നിനക്ക് അവളെക്കുറിച്ചൊരു ചിന്ത വേണമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവൻ കോൾ ചെയ്യുന്നത് അമ്മ കേട്ടു. ശരിക്കും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അമ്മക്ക് മനസ്സിലായില്ല. അവൻ അമ്മയോട് ചോദിച്ചു, എടാ, ആരാണ് വിളിച്ചത്? എല്ലാം അറിയാമെന്നത്ര നിർബന്ധം. എൻ്റെ ബോസാണ്, എന്താ വേണ്ടത്? എന്താ അയാൾ പറഞ്ഞത്? എന്ത് ക്യാഷിൻ്റെ കാര്യമൊക്കെ? ഒന്നുമല്ല, എല്ലാം തുലഞ്ഞത് തന്നെ. കരാറിൽ ഒപ്പിട്ട് കൊടുത്ത ക്യാഷാണ്. അതിന് പകരമായിട്ട് നീ എന്താ പറഞ്ഞത്? ഈ ആരെയും കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നോ എന്തെങ്കിലും സാധനം? അതൊന്നുമല്ല, അവളെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടില്ലായിരുന്നു. രാജേഷേ, നീ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. ആ പെണ്ണ് ഒരു ഗർഭിണിയാണെന്നുള്ള കാര്യം ഈ മറക്കണ്ട. എൻ്റെ കളികളൊക്കെ എന്ത് കളിയാണിത്? ആര് ഗർഭിണിയാണെന്ന് നിങ്ങളീ പറയുന്നത്? അതൊരിക്കലും എൻ്റെ കുഞ്ഞല്ല. ആരുടെയാണെന്ന് എനിക്കറിയോ? അമ്മ, നിങ്ങൾ വിചാരിക്കണ പോലത്തെ പെണ്ണല്ലോ കേട്ടോ അവള്. പെട്ടുപോയതാണ് ഞാൻ തന്നെ ആ ചതിയിൽ. ഇപ്പോഴത്തെ ഗർഭിണി. തല്ലി ചതക്കണം അവളെ, അതാണ് വേണ്ടത്. അതെല്ലാം കേട്ടുകൊണ്ട് ജസീന ആ കട്ടിലിന് ചുവട്ടിൽ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുക മാത്രമേ ബുദ്ധിയുള്ളൂ. ഒരിക്കലും ഈ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരെങ്കിലും സ്വസ്ഥമായി ജീവിച്ചോട്ടെ. ഞാനായിട്ട് ചെയ്ത തെറ്റിനെ ഞാൻ തന്നെ അനുഭവിക്കണം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവൻ അവിടമാകെ തിരഞ്ഞു നടക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും ഗർജിക്കുന്നു. ദേ തള്ളേ, എങ്ങോട്ടാണ് അവളെ പറഞ്ഞു വിട്ടത്? എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? ഒന്ന് പറഞ്ഞു തരുമോ? അവളെ കൊണ്ടുപോയി ആരൊക്കെയോ വന്നു. ആരാണ് കൊണ്ടുപോയത്? ആരാണെന്നറിയില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനൊക്കെ വന്ന് അവളെ കൊണ്ടുപോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നിനക്ക് എന്തിനാ അവളെ? നീ പറഞ്ഞില്ല നിൻ്റെ കുഞ്ഞല്ലാന്ന്, പിന്നെ എന്തിന്? എൻ്റെ കുഞ്ഞൊന്നല്ല, എൻ്റെ കുഞ്ഞ് ആരുടെയൊക്കെയോ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് അവൾ എൻ്റെ പേരിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദുഷ്ട.
എന്നാൽ രാജേഷേ, നീ അവളെ കുറിച്ച് ചിന്തിക്കണ്ട. അവൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. നീ അവളുടെ പിന്നാലെ വേട്ടയാടാൻ നടക്കരുത് അമ്മ. അവളെ നിങ്ങൾക്ക് അറിയില്ല. ഞാനേ എൻ്റെ ബോസിന് വേണ്ടി അവളങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ എനിക്കല്പം പണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും തരും ഇഷ്ടം പോലെ. അതിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് കൊടുത്താൽ മതി. എടാ രാജേഷേ, നീ എന്ത് തെമ്മാടിത്തരടി പറയുന്നത്? ഈ വീട്ടിൽ ആ രീതിയിലുള്ള പ്രവൃത്തികൾ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിലല്ലോ കാല് ഞാൻ വെട്ടും. ദേ, നിങ്ങളെൻ്റെ കാല് വെട്ട്. അതിനു മുമ്പ് നിങ്ങൾ കഴുത്തിന് ഞെരിച്ച് ഞാൻ കൊല്ലും. ഓർത്ത് സംസാരിച്ചോ. ആരോടാണ്? മുറിവേറ്റ സിംഹത്തിനോടാണോ നിങ്ങൾ ഗർജിക്കുന്നത്? പെട്ടെന്ന് പെങ്ങൾ വന്നു. അമ്മ, ഒന്നും മിണ്ടണ്ട ഓനോട്. ഓനിപ്പോൾ ഓൻ്റെ അവസ്ഥയൊക്കെ വേറെ രീതിയിലാണ്. ഡീ, പെങ്ങളൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അമ്മ ഇങ്ങോട്ട് പോരി. ഈ നട്ടപ്പാതിരാക്കി വീട്ടിൽ നിന്ന് ഒച്ചപ്പാട് ബഹളവും. ചുറ്റുഭാഗത്തുള്ളവർക്കൊന്നും കിടക്കാൻ പോലും കഴിയില്ല. ഒന്നും പറയണ്ട, അവരങ്ങ് ഇളകി നിന്നോളും. മോളെ, പിന്നെന്താ എല്ലാത്തിനും ഞാൻ മിണ്ടാതെ നിന്നെടുക്കണോ? എന്തൊക്കെയോ അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവൻ കൂട്ടു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതും ആ പാവം പെണ്ണിനെ വെച്ച്. എൻ്റെ മകനാണ് അവനെ പ്രസവിച്ചു പോയി എന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ഇടയ്ക്കിടെ ഇതൊക്കെ തന്നെ. വയ്യ ഇനി സ്വന്തം മകനാണെന്ന് പറഞ്ഞ് നടക്കുവാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല അമ്മ, ഇങ്ങോട്ട് പോര്. ഓനെന്തൊക്കെ തന്നെയായാലും ഓൻ്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കും. അതിൽ നമ്മൾ കൈ കടത്തിയിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ഏത് സമയവും കള്ളും കഞ്ചാവുമായിട്ട് നടക്കണേ ഈ കുട്ടിക്ക് എങ്ങനെ ഈ ചെക്കനെ പറ്റിയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മണിമുത്ത് പോലത്തെ ഒരു പെൺകുട്ടി, എന്തൊരു സുന്ദരി കുട്ടി, അതൊരു ഉമ്മച്ചി കുട്ടി ഈ ഒരു കള്ളാടിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നല്ലോ. ഈ കുട്ടിക്ക് എന്താ തീരെ ഒരു ബുദ്ധിയില്ലേ? പെങ്ങളുടെ ആ ഒരു ചെറിയ ശബ്ദത്തിലുള്ള ആ വാക്കുകൾ അവൾ ശരിക്കും കേട്ടു. നാണം കെട്ടുപോയി. വേണ്ടില്ലായിരുന്നു. ഞാനായിട്ടാണ് ഇതിനു വേണ്ടി പുറപ്പെട്ടത്. സ്വന്തം വീട്ടുകാരുടെ തന്നെ ഇതിനെതിരാണ്. പക്ഷേ ഞാൻ എന്തൊരു ബുദ്ധിയില്ലാത്ത പൊട്ടത്തിയായിപ്പോയി ഞാൻ. അവളുടെ പഴയ കാലങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു. ഷെഫീഖ് ഉസ്താദിനെ എന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട്. പക്ഷേ ഞാനായിട്ട് തന്നെ അതിൽ നിന്ന് വേർപിരിഞ്ഞു. അതാണ് അദ്ദേഹം പിന്നെയും വിവാഹാലോചനയുമായി ഉപ്പയുടെ അടുക്കിലേക്ക് വന്നത്. ഷെഫീഖ് ഉസ്താദ് കാണാൻ സുന്ദരനായിരുന്നു, നല്ല ദീനീ ബോധമുള്ള ആളായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരിക്കലും എൻ്റെ ഹാപ്പി ജീവിതം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാനത് കരുതി കൂട്ടി അങ്ങ് ഒഴിവാക്കി. +2 വരെ എനിക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നെയും നല്ല ഇഷ്ടമായിരുന്നു അത്രേ. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഡിഗ്രിക്ക് ചേർന്നപ്പോൾ എനിക്ക് ഫാഷൻ്റെ യുഗത്തിനോടായി താല്പര്യം. ഒരു ഉസ്താദിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല, ടൂർ പോവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കെന്തെന്നറിയില്ല ഷെഫീഖ് ഉസ്താദിനോട് പതുക്കെ ഒരു വെറുപ്പ് തോന്നായിരുന്നു. പാവം, അദ്ദേഹം എന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും. വിവാഹത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഉപ്പയോട് ഒരിക്കൽ കൂടി ചോദിച്ചത്. പക്ഷേ അന്നതെല്ലാം ഞാൻ തട്ടിമാറ്റി. ഉപ്പ, എനിക്ക് ഉസ്താദുമാർ ഇഷ്ടമല്ല കേട്ടോ. അവരെ കൂടെ ജീവിച്ചാലെന്താ, ഒരു കഥയായിരിക്കും. എന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? എല്ലാവരെക്കാളും ശ്രേഷ്ഠര് അവർ തന്നെയാണ്. അവർ തരുന്ന സ്നേഹം മറ്റൊരാൾക്കും തരുവാൻ പ്രയാസമായിരിക്കും. കാരണം എന്താ, അവർ ദീന് പഠിച്ചതാണ്. ദീന് പഠിച്ച മക്കളാവുമ്പോൾ അവരെ ഭാര്യമാരെ നല്ല രീതിയിൽ അവർ നോക്കും. അല്ലാതെ മറ്റുള്ളവരെ പോലെ ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. ദീന് പഠിച്ചതല്ലേ ഷെഫീഖ് ഉസ്താദ്. അതുകൊണ്ട് എന്തെൻ്റെ മോൾക്ക് അവനക്ക് എന്തൊരു കുറവ്? സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് അതല്പം ഉസ്താദുമാർക്ക് കുറവായിരിക്കും. പക്ഷേ അവരുടെ ജീവിതം നല്ല റാഹത്തിലായിരിക്കും. ഉസ്താദുമാരാരെങ്കിലും പട്ടിണി കിടന്ന ചരിത്രം നീ കേട്ടിട്ടുണ്ടോ മോളെ? ഒരിക്കലും ക്യാഷില്ല എന്നുള്ള അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. ഞാനും ഒരു ഉസ്താദല്ല മോളെ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവസാനമായി അവൾ കണ്ടുപിടിച്ചത് ഇതായിരുന്നു. ഉപ്പ, അതെ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനും ഫ്രീക്കന്മാരൊന്നും ഉസ്താദുമാരിൽ ഉണ്ടാവില്ല. അതൊക്കെ ഹിജാബും ബുർക്കയൊക്കെ ഇട്ട് ഒളിഞ്ഞു മറിഞ്ഞ് നടക്കുന്ന ടീമായിരിക്കും. എനിക്കതിനോട് താല്പര്യമില്ല. ആര് പറഞ്ഞു മോളെ? നല്ല ഫ്രീക്കൻ ഉസ്താദ് തന്നെയാണല്ലോ ഷെഫീഖ് ഉസ്താദ്. എന്താ, ഉസ്താദിനോടൊപ്പം ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? അവർക്കും ഉണ്ടല്ലോ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ വേണ്ടത്? അവർ നിങ്ങളെ ഏറ്റവും സുരക്ഷിതമായി
ഉള്ള വസ്ത്രം ധരിപ്പിക്കുമെന്നതാണോ? അത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം ഒരാളുടെയും കണ്ണ് നിങ്ങളുടെ ശരീരത്തിൽ പതിയാതിരിക്കാൻ. അതിന് മാത്രമാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷയല്ലേ? എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? അല്ലാതെ അക്രമകാരികളായ ഭർത്താക്കന്മാർ, അങ്ങനെയാണ് നിനക്ക് താല്പര്യം? ഇഷ്ടമുള്ളത് പോലെ സ്വന്തം പെണ്ണിൻ്റെ ശരീരം സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കുന്ന അങ്ങനത്താണോ നിനക്ക് ആഗ്രഹിക്കുന്നത്? ഉപ്പ, അത് എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടം. കുറച്ചൊക്കെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ജീവിതം, നല്ല ഫ്രീക്കന്മാരുടെ കൂടെ ചെത്തിപ്പൊളിച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്ത് സിനിമയൊക്കെ കണ്ട്, അങ്ങനെയാണ് ബാപ്പ എനിക്ക് താല്പര്യം. മോളെ, ഉപ്പാൻ്റെ നെഞ്ച് കത്തുന്നുണ്ട് കേട്ടോ ഈ ഇതൊക്കെ പറയുമ്പോഴേ. എൻ്റെ പൊന്നു മോളെ, ഞാൻ പോറ്റി വളർത്തിയത് ഇത്രക്കും നീചമായ സംസാരം കേൾക്കാനായിരുന്നോ? മോളെ, അങ്ങനെയുള്ളവർ ഒരിക്കലും നല്ലതാവില്ല. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമകളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പിന്നീട് മോളെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെയൊക്കെ ജീവിച്ചോൽ ആരെങ്കിലും അത് നിലനിന്നിട്ടുണ്ടോ എൻ്റെ പൊന്നു മോളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഉപ്പാൻ്റെ കുട്ടി, ഉപ്പാനെ വിചാരിച്ചൊന്ന് ആലോചിക്ക്. നിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും താങ്ങായി തണലായുണ്ടായ പെൺകുട്ടിയാണ്, ആദ്യത്തെ മോളാണ് നീയെ. മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവേണ്ടവളാണ്. അപ്പോൾ മോള് ആലോചിക്ക്, ചിന്തിക്ക്. അതിനെക്കുറിച്ച് എൻ്റെ കുട്ടി അതിനനുസരിച്ച് ചെയ്യാം, അതായിരിക്കും നല്ലത്. ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പക്ഷെ ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട മകൾ ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ പോകുമെന്നും അമ്പലത്തിൽ പോയി താലി കെട്ടും എന്നുള്ള കാര്യം ആ ഒരു മാതാവും പിതാവും ഒരിക്കലും വിചാരിച്ചതേയില്ല. അതെല്ലാം ജസീന ഓർത്തുകൊണ്ട് ആ കട്ടിലിനടിയിൽ പേടിച്ച് കിടക്കുകയാണ്. ഒന്ന് ശ്വാസം വിടാൻ പോലും ഭയമാണ്. ഉറപ്പാണ് രാജേഷിനെ പിടിച്ച് വലിച്ച് നല്ല രീതിയിൽ തല്ലും. എന്നെ നിലത്തൂടെ വലിച്ചെഴുക്കും, ബോസിൻ്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുപോയിടും എന്നുള്ള കാര്യം അവൾക്കറിയാം. ഒരിക്കലും ഒരു പെണ്ണും റബ്ബേ ഇതുപോലുള്ള ചതികളിൽ പെടാതിരിക്കട്ടെ. ഈമാനും നഷ്ടപ്പെട്ടു, ഇസ്ലാമും നഷ്ടപ്പെട്ടു, ഹിദായത്തും നഷ്ടപ്പെട്ടു. ഇനി എന്താ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം? വയറ്റിനുള്ളിലാണെങ്കിൽ ഒരു ഹിന്ദു യുവാവിൻ്റെ കുഞ്ഞു വളരുന്നുമുണ്ട്. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൾ ആ കട്ടിലിനടിയിൽ കിടന്ന് തേങ്ങിക്കരയുകയാണ്. രാജേഷ് ഇനി അവളെ കാണുമോ, ഉപദ്രവിക്കുമോ, ബോസിന് വേണ്ടി അവളെ വീണ്ടും സമ്മാനിക്കുമോ എന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ഏതൊരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള വിധി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോസ് കുറേ ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കാരണം കുറച്ച് ആളുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അറിയാത്തത് കൊണ്ടാണോ അറിയില്ല, ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് എന്നുള്ള അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് സബ്സ്ക്രൈബ് ആവും. പിന്നെ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി കഥയൊക്കെ കേൾക്കാൻ കഴിയും. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ സമൂഹത്തിലെ എല്ലാ മുസ്ലിം യുവതികളെയും എല്ലാവരെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഇബ്ലീസിൻ്റെ ഒരു കെണിയിലും പെട്ട് ജീവിതം പാഴാകുന്ന ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.